പ്രധാനമന്ത്രിയുടെ പരാമർശത്തോടെ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നു. 3 കേന്ദ്ര ഏജൻസികൾ കുറ്റപത്രം നൽകിയിട്ടും കണ്ടുപിടിക്കാത്ത കാര്യമാണ് മോദി വെളിപ്പെടുത്തിയതെന്നും അന്വേഷണ ഏജൻസികൾ മുൻപാകെ പ്രധാനമന്ത്രി തെളിവ് നൽകണമെന്നും CPM ആവശ്യപ്പെട്ടു. ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം സ്വർണ്ണക്കടത്ത് കേസായിരുന്നു. സർക്കാരിന്റെ വലിയ ആയുധമായാണത് പ്രതിപക്ഷവും BJP-യും ഉപയോഗിച്ചത്. പക്ഷേ അത് സർക്കാർ വിലയിരുത്തിയത് സർക്കാരിന്റെ തുടർഭരണം വന്നതോടുകൂടി കേസെല്ലാം അവസാനിക്കുന്നു, ജനങ്ങൾ പൂർണ്ണമായും ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും സ്വർണ്ണക്കടത്ത് വിവാദം സംസ്ഥാനത്ത് സജീവ ചർച്ചയാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തൃശൂർ നടത്തിയ പ്രസംഗവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള ആരോപണവുമാണ് സ്വർണ്ണക്കടത്ത് കേസിനെ വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നത്. വലിയ വിഷയമായി ഇത് ഉയർന്നു വരും, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുമെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതിനുശേഷം പ്രതിപക്ഷവും BJP-യും ഒരുപോലെ ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ CPM കേന്ദ്രങ്ങളെ പ്രതിരോധിക്കുന്നത് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത് മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയോട് അന്വേഷണം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയാണ്, കേന്ദ്ര ഏജൻസികളാണ് കേസ് പല തവണ വർഷങ്ങളോളം അന്വേഷിച്ചത്. എന്നിട്ടും എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ CPM-ന്റെയോ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പിഴവുണ്ടായെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്ന ചോദ്യമാണ് CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. 3 ഏജൻസിയുടെ മുമ്പിൽ അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഈ കേസിൽ വരാത്തൊരു കാര്യം പുതുതായിട്ട് വെളിപ്പെടുത്തുമ്പോൾ എവിടുന്ന് കിട്ടി? അറിയാവുന്ന കാര്യം എന്താ വെളിപ്പെടുത്താത്തതെന്ന് അതാണല്ലോ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതെന്തിനാ മൂടി വെക്കുന്നത്? അതിന്റെ ബാധ്യത നിങ്ങൾക്കില്ല നിയമത്തിന്റെ മുമ്പിൽ പറയാനുള്ളത്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ. നിങ്ങൾ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂട്ടു നിൽക്കുന്ന അക്യൂസ്ഡ് അല്ലേ? CPM-ഉം BJP-യുമായുള്ള ഒത്തുകളിയായാണ് കോൺഗ്രസ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിന് പകരം നടപടിയെടുക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് CPM-ഉം അതുപോലെ തന്നെ BJP-യുമായുള്ള ഒത്തുകളുടെ ഭാഗമെന്ന ആരോപണമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. വരും തെരഞ്ഞെടുപ്പിലും അത് വിഷയമായി മാറ്റുമെന്നും അവർ സൂചന നൽകുന്നു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളിലൊന്ന് സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളിലും സർക്കാരിനെതിരെയുള്ള ആയുധങ്ങളിലും ഒന്നായി സ്വർണ്ണക്കടത്ത് വീണ്ടും മാറുമെന്ന ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും നിറയുകയാണ്. CPM കേന്ദ്രങ്ങൾക്കും ഇത്തരം പ്രതിരോധവുമായി രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ആശങ്കയുണ്ട്. കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇത് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഈ കേസ് സജീവമാക്കാൻ, അന്വേഷണം മറ്റേ തരത്തിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുക്കുന്നു എന്നൊരു ആശങ്ക CPM നേതൃത്വത്തിനുമുണ്ട്. അതേസമയം